നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്ന് പാവയ്ക്ക ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോയോളം പാവയ്ക്ക എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇത് നമുക്ക് അല്പസമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് ഇതിലെ നീരൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യുമ്പം പാവയ്ക്കയുടെ കയ്പൽപ്പം കുറഞ്ഞു കിട്ടും. എന്ന് തന്നെയല്ല, ഇത് നമ്മളൊന്ന് വറുത്താണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ വറുത്തെടുക്കാൻ ഇങ്ങനെയൊന്ന് ഞെക്കി പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പമുണ്ട്. ഇനി ഈ പാവയ്ക്ക ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉഴുന്ന് വേണം. ഇതൊരു 1/4 കപ്പ് ഉഴുന്നുണ്ട്. ഏകദേശം ഒരു 60 ഗ്രാം ഉണ്ടാവും. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഉഴുന്നിട്ടിട്ട് നമുക്കിതൊന്നുകിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയോ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വറുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കണം. പാവയ്ക്ക 2 രീതിയിൽ വറുത്തെടുക്കാവേ. ചൂടായ എണ്ണയിലേക്ക് പാവയ്ക്ക കുറേശ്ശെ ഇട്ടിട്ട് വറുത്ത് കോരാം. ആദ്യം തീ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കണം. അതിനുശേഷം ഒന്ന് പാവയ്ക്കൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കെല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും. എന്ന് തന്നെയുമല്ല, കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമേ. പിന്നെ ഉള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ നമുക്ക് പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഒരു മീൻ വറക്കാനോ പപ്പട കാച്ചാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവയ്ക്ക ഇങ്ങനെ വറുത്തിട്ട് നമുക്ക് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞിട്ട് ഇതിൽ ചേരേണ്ട ബാക്കി സാധനങ്ങൾ സെപ്പറേറ്റ് വേറെ വറുത്തെടുക്കണേ. നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇട്ടാൽ മതിയാവും. ഇന്ന് ഈ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് വേറെ രീതിയിലാണ് പാവയ്ക്ക വറുത്തെടുക്കുന്നത്. ഇതിനകത്തേക്ക് 5 അല്ലി വെളുത്തുള്ളിയും 10-12 കറിവേപ്പില ഇടാം. നമുക്കിനി ഇത് മെഴുക്കുവരട്ടി വെക്കുന്നത് പോലെ ഈ പാവയ്ക്ക മൂപ്പിച്ചെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്തേക്ക് ഈ പാവയ്ക്കൊക്കെ ഇടാം. തീ കൂട്ടി വെക്കണേ. അല്പം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം ഒറ്റയടിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. 8-9 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൊത്തത്തിൽ വേണ്ടി വരുവേ. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും കായപ്പൊടിയും ഇടാം. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ചീനച്ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി നമുക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാവയ്ക്കൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് പാവയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. ഇതിപ്പോൾ 1/2 കിലോയിലും അല്പം കൂടുതൽ പാവയ്ക്ക ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഈ ചമ്മന്തിയിൽ ഇങ്ങനെ ഉഴുന്നൊക്കെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പാവയ്ക്കയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഈ പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളുവേ. ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യമായിട്ട് ഈ ചമ്മന്തി കൂട്ടുന്ന ആൾക്കാരെ ഒരിക്കലും പറയത്തില്ല ഇത് പാവയ്ക്ക ചമ്മന്തിയാണെന്നേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു കയ്പുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്